ആ ആ അല്ല, അതാണ് അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇവരുടെയൊക്കെ ഒരു തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പണം മുടക്കുന്ന അയാൾക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാരെ ഈ സിനിമയിൽ വെക്കുക എന്നൊക്കെ പറയുന്നത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് നമുക്ക് എന്താ പറയാൻ പറ്റും? പക്ഷെ അതുകൊണ്ട് മാത്രം സിനിമയെ മുഴുവൻ അവരാണ് നിയന്ത്രിക്കുന്നതെന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു കാടടച്ച് വെടിവെക്കുന്ന ഒരു രീതിയോടെ എനിക്ക് യോജിപ്പില്ല. കാര്യം നമുക്ക് ഉണ്ടാകാം എവിടെയെങ്കിലുമൊക്കെ അങ്ങനെയുള്ള അധികാര കേന്ദ്രങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. അത് മുമ്പുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതൊക്കെ ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അത്തരം കാര്യങ്ങളൊന്നും കുറിച്ചൊന്നും ഞാനല്ല പറയുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോപണമുള്ള ആൾക്കാരോടൊപ്പം ഈ വേദി പങ്കിടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് പറയണം. ഒരു കാര്യം ഇത് കോൺക്ലേവിനെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയത്തെക്കുറിച്ച് സമഗ്രമായ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന്, അത് സിനിമയുടെ നവീകരണത്തിന്, സിനിമയുടെ ഗുണപരമായ മാറ്റത്തിന്, നിലവിലുള്ള സിനിമയുടെ ഇത്തരം ചില അവസ്ഥകൾക്ക്, ചില പുഴുക്കുത്തുകൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഏറ്റവും സദുദ്ദേശത്തോടു കൂടി ഗവൺമെന്റ് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയല്ല, അതിനോട് സഹകരിക്കുകയും അവർക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒപ്പം അവർക്ക് ഇത് വേദി പങ്കിടുന്നതിനൊക്കെ വിഷമമുണ്ടെങ്കിൽ അവർക്കത് പറയാം. അവരെയൊക്കെ തീർച്ചയായിട്ടും അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒക്കെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു ആരോപണ വിധേയരൊക്കെ ഇതിനകത്ത് വരണമോ എന്നൊക്കെയുള്ള ഇപ്പോൾ WCCയുടെ ഒക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ന്യായമായ ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അല്ല, പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാർട്ടിയോട് ചോദിക്കുക, സർക്കാരിന്റെ കാര്യം സർക്കാരോട് ചോദിക്കുക. ഇതിപ്പോ ഇതിനകത്ത് അല്ല, അതാണ് എൻ്റെ ഒരു അറിവിലും എൻ്റെ ഒരു ഇതിനകത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കുറിച്ചൊന്നും ആരും നമ്മളോട് നേരിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പറയുമ്പോഴാണ് നിങ്ങളെപ്പോലെ ഞാനും അറിയുന്നത്. ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് പോയി അഭിനയിക്കും, നമ്മുടെ പ്രതിഫലം വരും, പിന്നെ എൻ്റെ ഡബ്ബിങ്ങിന് പോകും എന്നല്ലാതെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മളൊന്നും ഇടപെടാറുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഒരിക്കലുമില്ല. അത് ഞാനും കൂടി അതിനകത്തൊരു ഉത്തരവാദിയാണെന്ന് ഞാൻ പറയും. കാര്യം ഞാൻ പൊതുവെ ഒരു കുറച്ചൊരു അലസമായി ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് ഞാൻ പല ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, എന്നെ ആരും ഒഴിവാക്കിയതോ ഞാൻ ഒഴിവാക്കപ്പെട്ടതോ. ഇപ്പോഴും എനിക്ക് സിനിമകൾ വരുന്നുണ്ട്, പലതും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അക്കാഡമിയുടെ ഒരു ചുമതല കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന പല സിനിമകളിലും അഭിനയിക്കേണ്ടിയിരുന്നു, അത് പറ്റാതെ വന്നു. അതൊക്കെ നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. അല്ലാതെ എന്നെ ആരും ഒഴിവാക്കിയെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും സ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ അവരൊക്കെ വരേണ്ടതാണ് തീർച്ചയായിട്ടും. എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല, അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ വരണം, അത്രയേ ഉള്ളൂ. അത് സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. സിനിമയെക്കുറിച്ചുള്ള ചില ധാരണകളും ബോധ്യങ്ങളും ഒക്കെയുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ക്ഷേമങ്ങൾ ഉറപ്പാക്കുക. ഇപ്പോൾ ഒരു ചെയർമാൻ എന്ന് പറയുന്നത് അതൊരു ആലങ്കാരിക പദവിയല്ല. ഈ പ്രത്യേകിച്ചും ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. അത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ അർഹതയുള്ള ആൾക്കാർ വരട്ടെ, ഒരു വരണം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു പദം ഞാൻ പറഞ്ഞില്ല. മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തീർച്ചയായിട്ടും അല്ല, അതിലേക്കാണ് പറയുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു വലിയൊരു നിർദ്ദേശം സ്ത്രീകൾ ഈ ICC ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര ഫലപ്രദമല്ല. പലപ്പോഴും ഒരു സെറ്റിൽ ഇത് പല സെറ്റുകളിൽ പല ICC ആണ്. അപ്പോൾ അത് സെറ്റുകൾ മാറുന്നതനുസരിച്ച് അപ്പോൾ അവിടെ അതിനൊരു പൊതുവായ ഒരു സംവിധാനം, അതിനാണ് ഇപ്പോൾ ഒരു അതോറിറ്റി ആയിട്ട് ട്രിബ്യൂണൽ എന്ന ഒരു പദമാണ് അതിനകത്ത്. അത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഇത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും സർക്കാരിന്റെ വലിയ സജീവമായ പരിഗണനയിലാണ്. അങ്ങനെ ഒരു ട്രിബ്യൂണൽ വരണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം.